കാസർഗോഡ് മഞ്ചേശ്വരം അടുക്കളപ്പള്ളിയിൽ ആൾമറയില്ലാത്ത കിണറ്റിനകത്ത് ഓട്ടോ ഡ്രൈവറെ മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവം കൊലപാതകം. കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കിണറ്റിൽ തള്ളുകയായിരുന്നെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. കൈക്കും കഴുത്തിനും വെട്ടേറ്റിട്ടുണ്ട്. ശ്വാസകോശത്തിൽ വെള്ളം കയറിയിട്ടില്ലെന്നും പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞു. വ്യാഴാഴ്ച രാത്രിയാണ് മാഞ്ഞുംകുണ്ടയിലെ ആൾമറയില്ലാത്ത കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത്. കിണറിന് സമീപത്ത് ഓട്ടോറിക്ഷ ചെരിഞ്ഞു കിടക്കുന്നത് കണ്ട വഴിയാത്രക്കാരനാണ് മൃതദേഹം ആദ്യം കാണുന്നത്. കിണറിന് സമീപത്തായി ചോരത്തുള്ളികളും ചെരുപ്പും കിടപ്പുണ്ടായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തി. ഓട്ടോയുടെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കർണാടക മുൽക്കി കൊളനാട് സ്വദേശിയും മംഗലാപുരത്തെ ഓട്ടോ ഡ്രൈവറുമായ മുഹമ്മദ് ഷെരീഫാണ് മരിച്ചതെന്ന് സ്ഥിരീകരിച്ചു. ബുധനാഴ്ച രാത്രി മുതൽ ഇയാളെ കാണാനില്ലെന്ന് ബന്ധുക്കൾ മുൽക്കി പോലീസിൽ പരാതി നൽകിയിരുന്നു. വിവരമറിഞ്ഞ കുഞ്ചത്തൂരിലെത്തിയ ബന്ധുക്കൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണപ്പെട്ട ഓട്ടോ മുഹമ്മദ് ഷെരീഫിന്റേതാണെന്ന് സ്ഥിരീകരിച്ചു. വെള്ളിയാഴ്ച രാവിലെ ഡോഗ് സ്ക്വാഡ്, ഫോറൻസിക് വിദഗ്ധർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധിച്ച ശേഷം ഫയർഫോഴ്സാണ് മൃതദേഹം കരയ്ക്ക് കയറ്റിയത്. ഇൻക്വസ്റ്റിനിടെ മൃതദേഹത്തിൽ വെട്ടേറ്റ പാടുകൾ കണ്ടെത്തി. കൊലപാതകത്തിന് പിന്നിൽ 3 പേരാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ബുധനാഴ്ച രാത്രി 10 മണിയോടെ മംഗലാപുരത്ത് വെച്ച് 3 പേർ ഷെരീഫിന്റെ ഓട്ടോയിൽ കയറിയിരുന്നു. ഇക്കാര്യം ഓട്ടോ ഡ്രൈവർമാർ പോലീസിനെ അറിയിച്ചിട്ടുമുണ്ട്. ഇവർ ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. കുഞ്ചത്തൂർ എത്തിച്ചതിന് ശേഷമാണോ കൊലപാതകം നടത്തിയതെന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് മലയാളം, കാസർഗോഡ്.